വിദ്യാർത്ഥികളെ എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ ഇലസ്ട്രേഷൻ 4 ആണ് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ നോക്കാം. നമ്മൾ ഹെഡ് ഓഫീസ് ഇൻ ചെന്നൈ ആസ് എ ബ്രാഞ്ച് ഇൻ ഡൽഹി ടു വിച്ച് ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് ബൈ ദി ഹെഡ് ഓഫീസ് അറ്റ് 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ് പ്രൈസ്. അപ്പം നോക്കിയേ, ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ പോകുന്നത് 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ് പ്രൈസ് എന്നാണ്. എന്താണ് 20% പ്രോഫിറ്റ് ഓൺ സെയിൽസ് പ്രൈസ് എന്നാണ്. അപ്പം നിങ്ങൾ നോക്കിയടാ, ഇവിടെ പറയണം, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് 20% പ്രോഫിറ്റിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ലോഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20% ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ലോഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രോബ്ലംസുകളൊക്കെ നമ്മുടെ പറഞ്ഞിരുന്നത് കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജ്, കോസ്റ്റ് പ്ലസ് 20%, കോസ്റ്റ് പ്ലസ് 25%. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവിടുത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് ആണ്. കോസ്റ്റ് പ്ലസ് ഇത്ര പെർസെൻറ്റേജിലാണ് നമ്മൾക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയാണോ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്, ഇപ്പോൾ 25% ആണെങ്കിൽ 25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 ഇൻറ്റു 100 ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ ലോഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ഡയറക്റ്റ്ലി എന്ത് തന്നിരിക്കുകയാണ്? ഇത് ലോഡിൻ്റെ പ്രോബ്ലം തന്നെയാണ്, ഇൻവോയ്സ് പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡയറക്റ്റ്ലി 20% എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോഡിന്റെ പെർസെൻറ്റേജ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇനി നിങ്ങൾ 20 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യാൻ പോകരുത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു എക്സാം സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ വൃത്തിക്ക് വായിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കുറേ ഐറ്റംസുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ബ്രാഞ്ച് അക്കൗണ്ട് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരച്ച് നോക്കാം. ഫസ്റ്റ് നമ്മുടെ അസറ്റുകളുണ്ട്. അസറ്റിൽ നമുക്ക് ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ബാലൻസ് ബ്രോ ഡൗണിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കുകളായിട്ട് വന്നിട്ടുള്ള അസറ്റുകളൊക്കെ നോക്കാം. സ്റ്റോക്ക് ഓൺ 1 ജാനുവരി 62,500. സെയിം സാധനം നമ്മളിവിടെ എടുത്ത് എഴുതി 62,500. ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട് 60,000. ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് 60,000 ഇവിടെ വന്ന് എഴുതി. ഓക്കെ, അങ്ങനെ ബാലൻസ് അസറ്റുകൾ കഴിഞ്ഞു. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അപ്പോൾ സപ്ലൈ ചെയ്ത ഹെഡ് ഓഫീസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപയുടെ ഇടാ? 2 ലാഖിൻ്റെയാണ്. ആ 2 ലാഖ് നമ്മളിവിടെ എടുത്ത് എഴുതി. ഇനി നമ്മുടെ എക്സ്പെൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ 55,000, 15,000, 25, 50. 3 എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്ത് ഡെബിറ്റ് ചെയ്ത് 72,550 എന്ന് എടുത്ത് എഴുതി. ക്ലിയർ? ഇനി ഇപ്പുറ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഡെപ്റ്റേഴ്സ് അല്ലെ? ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ? അപ്പോൾ അവിടെ ക്യാഷ് എന്ന് എഴുതി. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,47,500 നമ്മളിവിടെ എടുത്ത് എഴുതി. ക്ലിയർ? ഇനി നമുക്ക് എന്തെങ്കിലും ക്യാഷ് സെയിൽസ് അല്ലെ? നമുക്ക് ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 80,000 ആണ്. 80,000 എഴുതി 2,27,500 നമ്മളിവിടെ എഴുതി വെച്ചു. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ എഴുതാറുള്ളത് തന്നെ. ഇനി എന്താ? നമുക്ക് എന്തെങ്കിലും റിട്ടേൺ, ക്യാഷ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് എന്ത് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ പോയാലും അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അപ്പോൾ 12,000 രൂപ നമ്മളിവിടെ എടുത്ത് എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി ക്ലോസിംഗ് ആണ് മക്കളെ വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? സ്റ്റോക്കിന്റെ ക്ലോസിംഗ് 75,000 അതെടുത്ത് എഴുതി. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അല്ലെ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് 1,12,500 അത് നമ്മൾ എന്ത് ചെയ്തു? എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഐറ്റം തന്നിട്ടുണ്ട്, ഒരു 550 ലയബിലിറ്റി ഫോർ പെറ്റി എക്സ്പെൻസസ് ആണ്. പെറ്റി എക്സ്പെൻസിന് ലയബിലിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പെറ്റി എക്സ്പെൻസിൻ്റെ ലയബിലിറ്റി നമ്മൾ എവിടെയാണ് നമ്മൾ കാണിക്കാറ്? നമുക്ക് ക്ലോസിംഗ് അല്ല, ക്ലോസിംഗ് ഡേറ്റിലാണ് നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസിംഗ് ലയബിലിറ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് ആണ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ലയബിലിറ്റി 550 രൂപ. 550 രൂപ ക്ലോസിംഗ് ലയബിലിറ്റി നമ്മൾ എഴുതി വെച്ചു. ഐറ്റംസുകൾ കഴിഞ്ഞു. ഇനി ഇവിടെ എന്തുണ്ട്? ലോഡ് ഉണ്ട്. 20% ലോഡല്ലേ? ലോഡ് എന്തുമലൊക്കെ വരിക? പറ. ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക്. വെറും സ്റ്റോക്ക് അല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക്. നിങ്ങൾ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാടാ? 62,500 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 62,500 എന്ത് ചെയ്യണം? അതിന്റെ 20% 62,500 ഇൻറ്റു 20 ഹരിക്കണം 100 ചെയ്യണം. എത്ര കിട്ടി? 1,000
സോറി 12,500 കിട്ടി. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 62. ഇതുമ്പോൾ നമുക്ക് എന്തുണ്ട്, ലോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോഡിനെ ഇറക്കാനായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞാൽ 12,500 ലോഡ് 1 ലോഡ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്ന് ലോഡ് ഇറക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്, 2 lakh ആണ്. ഇതിൻ്റെ ലോഡ് ഇറക്കാനായിട്ട് നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് ലോഡ് ഇറക്കാനായിട്ട് 2 lakhൻ്റെ എന്ത് കാണണം, നമ്മുടെ പെർസെൻറ്റേജ് നമുക്ക് 20% നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് 2 lakh. ടു ലാക്കിൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് 40,000 നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം പക്ഷേ ഇവിടെ നമ്മൾ ലോഡ് ചെയ്തപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇവിടെ 37,600 അല്ല ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഇവിടെ താഴെ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. താഴെ നോക്കണം കേട്ടോ, നോട്ട് എന്ന് പറഞ്ഞിട്ട്. ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാടാ, 2 lakh ആണ്. റിട്ടേണിംഗ് ടു ഹെഡ് ഓഫീസ് 12,000 ആയിട്ട് ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ നോക്കിയേ, ഇൻവോയ്സ് പ്രൈസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 lakhൽ നിന്ന് എന്ത് കുറയ്ക്കണം, 12,000 കുറയ്ക്കണം. 2 lakhൽ നിന്ന് 12,000 കുറയ്ക്കണം. അപ്പോൾ 2 lakh മൈനസ് 12,000 നമുക്ക് എത്ര കിട്ടി, 1,88,000. ഇതിൻ്റെ എത്ര ശതമാനം കാണണം, 20% കാണണം. ഓക്കെ, അതാണ് ഇവിടുന്ന് നമ്മുടെ റിട്ടേൺ ഓഫീസിലേക്ക് റിട്ടേൺ പോയിട്ടുള്ളത് കൊണ്ടാണ് അത് നമ്മളവിടെ കുറയ്ക്കാനായിട്ട് കാരണം. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh ആണ്. ദെൻ റിട്ടേൺ ടു ഹെഡ് ഓഫീസ് 12,000 അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളത് അവിടെ കുറയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ഇത് കുറയ്ക്കണം, 12,000 നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ കുറച്ചിട്ടുണ്ടായിരിക്കണം. 1,88,000ൻ്റെ 20% കാണണം. അപ്പോൾ നമുക്ക് 37,600 കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഈ 37,600 കിട്ടിയത്. ഇത് ലോഡാണ്, ലോഡ് നമ്പർ 2 ചെയ്തു. ഇനി അടുത്തത് നോക്കാം. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, എന്തെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് റിട്ടേൺ പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ, അപ്പോൾ നമുക്ക് റിട്ടേൺ പോയിട്ടുള്ളത് എത്രയാണ്, നമുക്ക് റിട്ടേൺ പോയിട്ടുള്ളത് 12,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 2,000 സംതിങ്. നോക്കാം നമുക്ക് 12,500 രണ്ടും നമ്മളിവിടെ ലോഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇവിടെ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 15,000 ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ലോഡ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈ 15,000 ലോഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങളൊന്ന് പറഞ്ഞ്. 50,000 ലോഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 50,000 ലോഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ, ബ്രാഞ്ചിൻ്റെ 75,000 അല്ലേ. അപ്പം 75,000 ഇൻറ്റു 20%. 75,000 ഇൻറ്റു 20% എന്ന് കണ്ടെത്തി എത്ര വരിക, 20% എന്ന് പറയുമ്പോൾ 15,000. ഇതൊരു ലോഡാണ്. ക്ലിയർ. ഇനി നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഒരു ലോഡും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലോഡും കൂടി വരുന്നുണ്ട്. എന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേണിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ എത്രയാണ്, നമുക്ക് 12,000 ഉണ്ട്. ഈ 12,000ൻ്റെ എന്ത് കണ്ടുപിടിക്കണം, 12,000 ഇൻറ്റു 20 ഹരിക്കണം 100 കണ്ടുപിടിക്കണം. 2,400. 12,000ൻ്റെ 20% എത്ര കിട്ടി, 2,400. ഈ 2,400 എവിടെ എഴുതിയിട്ടില്ല, ഈ 2,400 ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ, ഈ ക്വസ്റ്റനിൽ വരെ എഴുതിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ എഴുതാതിരുന്നത്, ഈ 12,000 നമ്മൾ ഓൾറെഡി എവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കളഞ്ഞു. കണ്ടോ, ഈ 2 ലക്ഷത്തിൽ നിന്ന് 12,000 കുറച്ച് കളഞ്ഞിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മുടെ ലോഡായിട്ട് ഇവിടെ 37,600 നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 2,400 എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പിന്നെ ഈ ലോഡ് ഇവിടെ എഴുതാതിരുന്നത്. അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇവർ പല രീതിയിൽ പല ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിലത് കാണാനില്ലല്ലോ, അതെന്തതിലും ഇല്ലാത്തതെന്ന് വിചാരിക്കരുത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ 40,000 എഴുതുക. 40,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ചിന്റെ 2,00,000ന്റെ 20% 40,000 അതിവിടെ എഴുതി. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2,400 എഴുതുന്നു. നമ്മുടെ ആൻസർ ശരിയാവും.
ഓക്കെ. പക്ഷേ ടെക്സ്റ്റിൽ ഇങ്ങനെ എഴുതാത്തത് കൊണ്ടാണ് ഞാനത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാം, പക്ഷെ ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ പഠിക്കാന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പഠിച്ച 4 ലോഡ് 4 സൈഡിൽ എഴുതിയാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 40,000 ഇവിടെ 2,400 എഴുതിയാലും നമ്മുടെ ആൻസർ പ്രോഫിറ്റ് 66,500 തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഈ 2,400 ഇവിടെ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ 2,400 നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്തു? ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ലോഡ് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2,400 നമ്മളിവിടെ എടുക്കാത്തത്. ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ 40,000 എഴുതി, 40,000 എങ്ങനെ കിട്ടുക? 2,00,000ൻ്റെ 20%. അങ്ങനെ 40,000 എഴുതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 12,000ൻ്റെ 20%, 2,400 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ സെയിം എഫക്റ്റ് തന്നെ അവിടെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റനിൽ പഠിക്കാനുള്ളത്. എസ്ഐ ക്വസ്റ്റനായിട്ടും 6 മാർക്കായിട്ടൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വ്യക്തമായ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റനും നിങ്ങൾ ക്ലാസ് കാണുന്നു, നോട്ടിൽ എഴുതുന്നു, ചെയ്തു നോക്കുന്നു, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നു. ഈ രീതിയിലൊരു പഠനം നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റനായിട്ട് കാണാം. താങ്ക് യു.